ഇന്നത്തെ വീഡിയോയിൽ നമ്മൾക്ക് വളരെ ചിലവ് കുറഞ്ഞ രീതിയിൽ നമ്മൾക്ക് ടച്ച് എനേബിൾഡ് സൗണ്ട് സ്വിച്ച് നമ്മൾക്ക് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതായത് ടച്ച് ചെയ്യുമ്പം ആരെങ്കിലും ഒരു മനുഷ്യൻ വന്ന് ടച്ച് ചെയ്യുമ്പം, അതായത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മെറ്റല്, അതായത് ഡോറിൻ്റെ ഹാൻഡിൽ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിലൊരു മെറ്റലിൽ വന്ന് ഒരു മനുഷ്യൻ വന്ന് ടച്ച് ചെയ്യുമ്പം നമ്മൾക്ക് സൗണ്ട് അലാറം കിട്ടത്തക്ക രീതിയിൽ ഒരു ചെറിയ ഡിവൈസ് നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാം. പ്രത്യേകിച്ച് പൈസ ചിലവൊന്നും ഇല്ലാതെ, കൂടിപ്പോയാൽ ഒരു 10 രൂപയോ 15 രൂപയോ താഴെ മാത്രം നമ്മൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയൊരു അടിപൊളി സംഭവമാണ്. നല്ല സെൻസിറ്റീവ് ആയിട്ടുള്ളൊരു സാധനമാണ്. അപ്പോൾ അതിനു വേണ്ടി നിങ്ങൾക്ക് എടുക്കേണ്ട ഒരു സാധനം, വീട്ടിലുള്ള ടോയ്കൾ, ഏതെങ്കിലും രീതിയിലുള്ള സൗണ്ട് മ്യൂസിക്കൊക്കെ വരുന്ന ടോയ്സുകൾ നമ്മുടെ വീട്ടിലൊക്കെ ഒരുപാട് നമ്മൾ കുറച്ച് കാലം കഴിയുമ്പോൾ കളയുന്നതൊക്കെ ഉണ്ടാകും. അപ്പോൾ ഈ ടോയ്സിൻ്റെയൊക്കെ അകത്ത് ഈ രീതിയിലുള്ള ഒരു PCB, ഈ രീതിയിലുള്ള ഒരു സ്പീക്കറും ഉണ്ടാകും. ഞാനിതൊരു കീ ചെയിൻ പോലുള്ള ഒരു ചെറിയൊരു മ്യൂസിക്കൊക്കെ വരുന്ന, അതായത് ഈ പാഡുകൾ കണ്ടല്ലോ, 8 ഡിഫറെൻ്റ് തരത്തിലുള്ള മ്യൂസിക് കിട്ടുന്ന ഒരു ചെറിയൊരു കീ ചെയിൻ്റെ അകത്തുനിന്ന് എടുത്തതാണ്. ഇങ്ങനെ എടുക്കുമ്പോൾ നിങ്ങൾ ഇതിൻ്റെ പൊളാരിറ്റി നോക്കി വെക്കണം. ഇതിൻ്റെയൊക്കെ ഉള്ളിൽ ചിലപ്പോൾ ബട്ടൺ സൈസ് ചെറിയ സെല്ലുകളായിരിക്കും, ബാറ്ററികൾ. അപ്പോൾ അതിൻ്റെ പൊളാരിറ്റി നിങ്ങൾ കൃത്യമായി നോക്കിയിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരിക്കണം. ഞാൻ ഇതിൻ്റെ പോസിറ്റീവും നെഗറ്റീവും കൃത്യമായിട്ട് നോട്ട് ചെയ്തിട്ട് അതിനകത്തുനിന്ന് 2 വയറുകൾ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനുശേഷം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചില ഡിവൈസുകളിൽ ഒരുപാട് മ്യൂസിക്കുകളൊക്കെ വരുന്നതൊക്കെ ഉണ്ടാവും. അതിൽ ഇഷ്ടമുള്ള നിങ്ങൾക്ക് ഏത് പാഡിൽ തൊടുമ്പോഴാണ് ഏത് മ്യൂസിക് വരുന്നത് അത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് ആ പാഡിൻ്റെ അടുത്തുനിന്ന് 2 വയറുകൾ സോൾഡർ ചെയ്തെടുക്കണം. ആ പാഡ് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് സെലക്ട് ചെയ്യുക. അതിനുശേഷം നമ്മൾക്ക് വേണ്ടത് ഒരു ട്രാൻസിസ്റ്റർ ആയിരിക്കണം. ഇപ്പോൾ ഇതൊരു BC ആ സീരീസിൽ വരുന്നതാണ്. നിങ്ങൾക്ക് BC 548 47C1815 ഏത് വേണമെങ്കിലും എടുക്കാൻ നിങ്ങളുടെ കൈ കിട്ടിയത്. അതിൻ്റെ ട്രാൻസിസ്റ്ററിൻ്റെ നമ്പർ, ട്രാൻസിസ്റ്റർ NPN ട്രാൻസിസ്റ്റർ ആയിരിക്കണം. അതേപോലെ തന്നെ ബീറ്റ റേറ്റ് ഒരു 200-ന് മുകളിലുള്ളത്, അതായത് BC 548. ഇതൊക്കെ ഏറ്റവും ഈസി ആയിട്ട് മാർക്കറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള സാധനമാണ്. 5 രൂപ മാത്രമേ ഉള്ളൂ. പിന്നെ നിങ്ങൾ ഇതിൻ്റെ പാഡ് നോക്കി വെക്കണം. ഇതിൻ്റെ ഒരു പാഡ് എന്ന് പറയുന്നത് ഇത് കണ്ടോ, ഈ നമ്മൾ ടച്ച് ചെയ്യുന്ന ഒരു പാഡ് വരുന്നത് ഈ നെഗറ്റീവിലോട്ടാണ്, നെഗറ്റീവാണ്. ഇതുണ്ടോ ബ്ലാക്ക് നെഗറ്റീവ്. ഇനി ഒരു പാഡാണ് ഈ ചിപ്പിൻ്റെ അകത്തോട്ട് പോകുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നോക്കി വെക്കണം. അപ്പോൾ ഈ ഒരു കോൺഫിഗറേഷനാണോ വരുന്നതെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നോക്കി വെച്ചിരിക്കണം. അതിനുശേഷം ഈ ട്രാൻസിസ്റ്ററിൻ്റെ ബേസ്, എമിറ്റർ, കളക്ടർ, ഇത് കണ്ടുപിടിക്കാനായിട്ട് ഏതാണോ നിങ്ങൾ എടുക്കുന്നത് അതിൻ്റെ ജസ്റ്റ് നമ്പർ ഒന്ന് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അപ്പോൾ ഇതിൻ്റെ എമിറ്റർ, ബേസ്, കളക്ടർ മിക്കവാറും 548 BC 548 ഈ അവസാനം കാണുന്നതായിരിക്കും എമിറ്റർ, സെൻട്രൽ ബേസ്, അതേപോലെ തന്നെ ആദ്യത്തെ കളക്ടർ. ഇനി നമ്മൾക്ക് ഇതിലോട്ട് നമുക്ക് സോൾഡർ ചെയ്തെടുക്കാം. ഈ ട്രാൻസിസ്റ്റർ ഒരിക്കലും ദൂരെ തന്നെ കൊണ്ടു വയ്ക്കരുത്, ഈ പാഡിൽ തന്നെ ആയിരിക്കണം, ഇവിടെ തന്നെ സോൾഡർ ചെയ്ത് വെച്ചിരിക്കണം. ഇനി നമ്മൾ എടുത്ത ട്രാൻസിസ്റ്ററിൻ്റെ എമിറ്റർ ഈ നെഗറ്റീവായിട്ട്, അതായത് ഈ പാഡിൻ്റെ ഈ താഴെ കാണുന്ന നെഗറ്റീവായിട്ട് സോൾഡർ ചെയ്ത് കൊടുക്കണം. നിങ്ങൾ ഏത് PCB ആണോ എടുക്കുന്നത് അതിൻ്റെ എമിറ്റർ. അപ്പോൾ എമിറ്റർ ഈ കാണുന്നതാണ്. നമ്മൾക്ക് ഈ തലതിരിച്ച് ഇങ്ങനെ സോൾഡർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ കൃത്യമായിട്ട് നമ്മളിവിടെ സോൾഡർ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി വേറൊരു കാര്യം, നിങ്ങൾ ഇത് ചിലപ്പം എല്ലാ PCBക്കും ഇങ്ങനെ ആയിരിക്കണം എന്നില്ല. ഇവിടെ നമ്മൾ ഈ പോസിറ്റീവായിട്ടാണ് ഇത് സ്വിച്ച് ആകുന്നത്. അതായത് ഇവിടെ ഇപ്പം ഈ നെഗറ്റീവ് ഇവിടെ വന്നു, ഇവിടെ നമ്മൾ പ്രസ് ചെയ്യുമ്പം ഈ നെഗറ്റീവാണ് ഇങ്ങോട്ട് സ്വിച്ച് ആകുന്നത്. ചില കേസിൽ പോസിറ്റീവാണ് വരുന്നതെങ്കിൽ, പോസിറ്റീവാണ് ഇവിടെ നിന്ന് സ്വിച്ച് ആകുന്നതെങ്കിൽ നമ്മൾ ഈ NPN ട്രാൻസിസ്റ്റർ ഉപയോഗിച്ച് അതേ സ്ഥാനത്ത് PNP ട്രാൻസിസ്റ്റർ ഉപയോഗിക്കുക. അപ്പോഴും നമ്മൾക്ക് ആ രീതിയിലുള്ള ബോർഡുകൾ നമുക്ക് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റുന്നതായിരിക്കും. പിന്നെ ഇതിൻ്റെ സെൻസിറ്റിവിറ്റി വളരെ ഹൈ ആയിരിക്കും. അതായത് ഇവിടെ ഒരു റബ്ബർ പാഡാണ് വരുന്നത്. റബ്ബർ പാഡിൽ ജസ്റ്റ് ഒന്നിങ്ങനെ നമ്മൾ കയ്യിൽ നനവുണ്ടെങ്കിൽ തന്നെ ഈ പാഡ് സെൻസിറ്റീവ് ആകും, നമ്മൾക്ക് ഇത് വർക്ക് ചെയ്യിപ്പിക്കാൻ പറ്റും. അതുകൊണ്ട് തന്നെ വളരെ സെൻസിറ്റീവ് ആയിരിക്കും ഈ സാധനം. ഡോറിലൊക്കെ ആരെങ്കിലും വന്ന് തൊടുവാണെങ്കിൽ ഉടനെ അത് എനേബിൾ ആകുന്നതായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇതിനെ പവർ അപ്പ് ചെയ്ത് നോക്കാം.
അത് നമ്മളെ ഈ ബാറ്ററി കുറച്ച് ലൂസ് കണക്ഷൻ ആയിരുന്നു, അതുകൊണ്ടാണ്. അപ്പോൾ ഇതൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തിട്ട്, പിന്നെ നിങ്ങൾക്ക് ബാറ്ററിയുടെ കേസ് നമുക്ക് ആ ടോയ്ക്കകത്ത് തന്നെ ഉണ്ടാവും. അതിനകത്ത് ബാറ്ററി ഇടുന്ന ഈ രീതിയിലുള്ള ബാറ്ററി ഇടുന്നതാണെങ്കിൽ അതിൻ്റെ ആ പോർഷൻ മാത്രം കട്ട് ചെയ്തെടുത്തിട്ട് ബാറ്ററി വെക്കാൻ വേണ്ടി അതിനകത്തുനിന്ന് വയറുകൾ എടുത്താൽ മതി. കണ്ടോ? ഇനി നമ്മൾക്ക് ഇങ്ങോട്ട് ഒരു വയർ, നിങ്ങൾക്ക് എത്ര ദൂരം വേണമെങ്കിലും ഈ സാധനം കൊണ്ടുപോകാം, നിങ്ങൾക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടു വെക്കാവുന്നതാണ്. പിന്നെ ഈ ഡോറിൻ്റെയൊക്കെ അടുത്ത് വയ്ക്കുമ്പോൾ ഈ ഡോറിൽ നമ്മൾ തൊടുമ്പം കേൾക്കാൻ സൗണ്ട് നമ്മൾക്ക് കേൾക്കാനാണല്ലോ വയ്ക്കുന്നത്. ഒരിക്കലും ഡോറിൽ തൊടുന്നയാൾ കേൾക്കാൻ പറ്റാത്ത രീതിയിൽ വയ്ക്കണം. കുറച്ച് ദൂരത്ത് മാറ്റി വെക്കണം. തൊടുന്ന ആൾ കേട്ട് കഴിഞ്ഞാൽ ചിലപ്പം വല്ല കള്ളന്മാരൊക്കെ ആണെങ്കിൽ അവർ പിന്തിരിഞ്ഞ് പോകാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾക്ക് മാത്രം കേൾക്കാവുന്ന രീതിയിൽ, ഈ സൗണ്ട് പുറത്ത് കേൾക്കാൻ പാടില്ല, ആ രീതിയിൽ വയ്ക്കുക. ഇപ്പം ഞാനിവിടെ ഒരു മെറ്റൽ പീസ് നമുക്കിവിടെ ഒരു ടച്ച് പാഡായിട്ട് ആഡ് ചെയ്യാം. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞല്ലോ എന്തൊരാവശ്യത്തിന് വേണ്ടിയും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഇത്രയും ലോങ് വയർ കൊടുത്തിട്ടുണ്ട്, കണ്ടോ? ടച്ച് സ്വിച്ച് വർക്കാവുന്നു, അടിപൊളിയായിട്ട് വർക്കാവും. പിന്നെ വേറൊരു കാര്യം, ഇത് ചിലപ്പോൾ നിങ്ങൾ ഒരു നനവുള്ള സ്ഥലം അല്ലെങ്കിൽ ഒരു വലിയ ഒരു മെറ്റൽ ബ്ലോക്കിലൊക്കെ കൊണ്ട് ചെല്ലുമ്പം ഇത് തന്നെ ഓണാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോഴും നിങ്ങൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പം നമ്മളിവിടെ ബേസ് ഫ്രീ ആയിട്ടാണ് വിട്ടിരിക്കുന്നത്, ഈ ബേസ്. അപ്പം ഇവിടുന്ന് ഒരു 1 മെഗാ ഓമിൻ്റെ റെസിസ്റ്റർ എടുത്തിട്ട് ഈ നെഗറ്റീവിലോട്ട് കൊണ്ടു കൊടുക്കുക. ഈ നെഗറ്റീവിൽ, അതായത് ഈ ബേസിനും എമിറ്ററിനും ഇടയിൽ ഒരു 1 മെഗാ ഓമിൻ്റെ റെസിസ്റ്റർ കൊടുക്കുക. അപ്പോൾ ഈ ചിലപ്പം ചില കേസിൽ ഇത് തന്നെ ഓണാകും, ആളൊന്നും തൊട്ടില്ലെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ കേസൊക്കെ ഒഴിവാക്കാൻ വേണ്ടി ഇവിടുന്ന് ബേസിൽ നിന്ന് 1 മെഗാ ഓമിൻ്റെ റെസിസ്റ്റർ എടുത്ത് ഗ്രൗണ്ടിലേക്ക് കൊടുക്കുക. PNP ആണെങ്കിൽ നേരെ തിരിച്ച് പോസിറ്റീവിലോട്ട് കൊടുക്കുക. 1 മെഗാ ഓം. ഇത്രയേ ഉള്ളൂ കാര്യം. ആർക്ക് വേണമെങ്കിലും സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യമാണ്.